കറിവേപ്പില പോലെ തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള രണ്ട് സാധനങ്ങളാണ് മല്ലിയില, പുതിനയില. ഒരു ചെറിയ കഷ്ണം തണ്ടിൽ നിന്നും പുതിനയില എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് നോക്കാം. വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഇവ എങ്ങനെയാണ് വളർത്തിയെടുക്കുക, അതുപോലെ തന്നെ കടയിൽ നിന്നും വാങ്ങിക്കുന്ന ഒരു ചെറിയ കഷ്ണം പുതിന മതിയാവും, പുതിനയുടെ തണ്ട് മതിയാവും. ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് ഗ്രോ ബാഗിലോ ചട്ടിയിലോ അതും അല്ലെങ്കിൽ വേറൊരു കുപ്പിക്കകത്തോ പുതിന വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ചട്ടിക്കകത്ത് വെച്ചിരിക്കുന്ന പുതിന ചെടിക്ക് കൊടുത്ത വളം എന്ന് പറയുന്നത് പച്ച ചാണക വെള്ളത്തിനകത്തേക്ക് കടലപ്പിണ്ണാക്ക് ഒരു പിടിയിട്ട് 3 ദിവസം വെച്ച് അത് നന്നായി പൊളിച്ചതിന് ശേഷം അതിൽ നിന്നും ഒരു കപ്പ് എടുത്ത് അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതും 2 പ്രാവശ്യം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. മാസത്തിൽ 1 തവണയോ 2 തവണയോ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ തന്നെ നമുക്ക് നല്ല കരുത്തോടെ പുതിനയിലകൾ വളരുന്നത് കാണാം. ആ ഒരു പുതിന ചെടി നശിച്ചു പോകാറായെന്ന് കണ്ടപ്പോഴേക്ക് തന്നെ ഈ ഒരു ഗ്രോ ബാഗിനകത്തേക്ക് പുതിയൊരു കമ്പ് നട്ട് മുളപ്പിച്ചെടുത്തതാണിത്. അപ്പം നമ്മൾ ഏത് ചെടിയായാലും നശിച്ചു പോകുന്നതിന് മുൻപേ തന്നെ ഇതുപോലെ പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് മുളപ്പിച്ചെടുക്കുന്ന രീതി നോക്കാം. അതിനുവേണ്ടി നമ്മുടെ കയ്യിലുള്ള പുതിന ചെടിയിൽ നിന്നോ അല്ലെങ്കിൽ കടയിൽ നിന്നും വാങ്ങിച്ച ഇതുപോലുള്ള പുതിനയുടെ തണ്ടുകൾ എടുക്കുക. ഈ തണ്ടാണ് നമ്മളിനി മുളപ്പിക്കാൻ പോകുന്നത്. ഫ്രിഡ്ജിൽ വെച്ച പുതിന തണ്ടായാലും നമുക്ക് മുളച്ച് കിട്ടും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നല്ല ഈർപ്പമുള്ള നീർവാർച്ചയുള്ള പോട്ടി മിക്സിലേക്ക് ഇലകളെല്ലാം കളഞ്ഞതിന് ശേഷം 1-2 ചെറിയ ഇലകൾ മാത്രം വെച്ചിട്ട് ഈ തണ്ടൊന്ന് കുത്തി വെച്ച് കൊടുത്താൽ മതിയാകും. പോട്ടിംഗ് മിക്സിൽ മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി ഇത്രയും മാത്രം മതി. ഇങ്ങനെ വെച്ച് നല്ല തണലത്തേക്ക് മാറ്റി വെക്കുക. 3 ദിവസം ആകുമ്പോഴത്തേക്കും ഇതുപോലെ ചെടികൾ മുളച്ച് വന്നിട്ടുണ്ടാകും. ഇതിപ്പോൾ 3 ദിവസം മാത്രമായ പുതിന തണ്ടാണ്. ഇനി നമുക്ക് വീടിനകത്ത് വെച്ച് എങ്ങനെ മുളപ്പിക്കാമെന്ന് നോക്കാം. ഇതുപോലൊരു ഗ്ലാസ്സോ അല്ലെങ്കിൽ നമുക്ക് ബോട്ടിലോ എടുക്കാവുന്നതാണ്. ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ ഈ ഗ്ലാസ്സിനകത്തേക്ക് ചെടി പൂർണ്ണമായും മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി അതിന് പുറത്ത് ഇതുപോലൊരു പേപ്പറോ കാർഡ്ബോർഡോ തെർമോക്കോളോ വെച്ച് അതിലൂടെ ഈ ചെടി കടത്തി നമുക്ക് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചെടി മുഴുവനായും മുങ്ങിപ്പോവുകയും ചെടി ചീഞ്ഞു പോവുകയും ചെയ്യും. ഇതുപോലെ വെച്ചതിന് ശേഷം വെള്ളം മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 4 ദിവസം ആകുമ്പോഴത്തേക്ക് തന്നെ ചെറിയ രീതിയിൽ വേര് വരും. ഒരാഴ്ച ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ വേരുകൾ വരികയും ചെടികൾക്ക് പുതിയ ഇലകൾ വരുന്നതും നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതുപോലെ ഒരാഴ്ച മുൻപ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുതിനയുടെ തണ്ട് കൂടെ കാണിച്ചു തരാം. ഈ തണ്ടിൽ നല്ല രീതിയിൽ തന്നെ വേര് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ചെടിക്ക് ആരോഗ്യം കുറവാണ്. മണ്ണിൽ നട്ടതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ പതുക്കെയാണ് ഇതിൻ്റെ വളർച്ച. അതുമാത്രമല്ല ആരോഗ്യവും കുറവാണ്. ഇങ്ങനെ വെള്ളത്തിൽ വളർത്തുന്ന ചെടികൾക്ക് നല്ല രീതിയിൽ ആരോഗ്യം കിട്ടണമെങ്കിൽ വെള്ളത്തിൽ ലയിപ്പിക്കുന്ന വളങ്ങൾ, ഹൈഡ്രോപോണിക്സിലൊക്കെ ഉപയോഗിക്കുന്ന വളങ്ങൾ നമുക്ക് ഓൺലൈനായോ മാർക്കറ്റിലോ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ വെള്ളത്തിൽ തന്നെ നമുക്കിങ്ങനെയുള്ള ചെടികളെ വളർത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ തന്നെ വേര് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വേണമെങ്കിൽ ചട്ടിയിലേക്ക് മാറ്റി നടാവുന്നതാണ്.